ഞാൻ സാജിദ് തയ്യിൽ മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. 2 പതിറ്റാണ്ട് കാലമായിട്ട് കോട്ടക്കൽ മുസ്ലിം ലീഗ് സംഘടനാ പരിസരത്ത് പ്രവർത്തിച്ചു വരികയാണ്. വാർഡ് MSFൻ്റെ പ്രസിഡൻ്റായിട്ടും മുനിസിപ്പൽ MSFൻ്റെ ട്രഷററായും വാർഡ് യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയായും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ കൗൺസിലറായും ഇക്കാലയളവിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയത്തെ കണ്ടാണ് വളർന്നിട്ടുള്ളത്. വല്ലിപ്പയും അവരുടെ സഹോദരങ്ങളടക്കം കോട്ടക്കൽ ആദ്യകാല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു. ഇതുവരെ ലഭിച്ച സ്ഥാനങ്ങളെ എല്ലാം ഒരു അവസരമായി കണ്ട് ഉത്തരവാദിത്വബോധത്തോടെ ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും അതിനെ ഒരു അലങ്കാരമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് പാർട്ടിക്കകത്ത് മുൻവിധിയോടെ എൻ്റെ മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. 2022 പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വന്ന മുനിസിപ്പൽ മുസ്ലിം ലീഗ് കൗൺസിലിൽ നിന്നും മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറിയും നിലവിലെ മുസ്ലിം ലീഗ് കൗൺസിലറുമായിരുന്ന മുനിസിപ്പൽ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എന്നെ ഒരു വാക്കുപോലും പറയാതെ, അയോഗ്യത ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താതെ ഒഴിവാക്കി. ഏറ്റവും ഒടുവിൽ പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗ് കൗൺസിലും യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായ എന്നെ ഉൾപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് സംഘടനാ മര്യാദ പാലിക്കാതെ ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ട്രഷററും ഞങ്ങളുടെ വാർഡിലെ ചങ്കോട്ടിക്കുണ്ടിലെ അംഗവുമായിട്ടുള്ള സാജിദ് മങ്ങാട്ടിലാണ് ഈ ചെയ്തികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വിധേയമായി നിൽക്കുന്നില്ല എന്ന കാരണമാണ് എനിക്കെതിരെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർട്ടിക്ക് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ല എങ്കിൽ അയാൾ പാർട്ടിക്ക് ചെയ്ത ആത്മാർത്ഥമായ സേവനങ്ങളെ റദ്ദ് ചെയ്യുന്ന വിധം സംഘടനാ ഇടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നത് ശരിയാണോ എന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം വിലയിരുത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് നേതൃത്വം പറയണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലത്തെ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ ചങ്കോട്ടിക്കുണ്ടിൽ ഭൂരിപക്ഷം 280 നിന്ന് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള 600ൻ്റെ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. പാർട്ടിയുടെ ബഹുജന അടിത്തറ ചങ്കോട്ടിക്കുണ്ടിൽ അനുദിനം വർദ്ധിച്ചിട്ടുണ്ട്. 2015-ലെയും 2020-ലെയും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മുന്നേറ്റങ്ങളുടെ ഭാഗമാവാൻ സംഘടനാ ചുമതലകളിലൂടെ ശ്രമിച്ചതായിരുന്നോ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? സംസ്ഥാനത്ത് തന്നെ അപൂർവമായ സ്വന്തം സ്ഥലത്ത് വാർഡ് കമ്മിറ്റിയുടെ മനോഹരമായ ഓഫീസ് CH സാംസ്കാരിക കേന്ദ്രം എന്ന പേരിൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഏറിയ പങ്കും വാർഡിലെ പാർട്ടി പ്രവർത്തകരിൽ നിന്നാണ് ഫണ്ട് ശേഖരിച്ചത്. ഫണ്ട് പിരിവ് ഉൾപ്പെടെ അതിൻ്റെ പൂർത്തീകരണം വരെ ബാധ്യതകളില്ലാതെ സുതാര്യമായി കണക്ക് അവതരിപ്പിച്ച് തുറന്നു കൊടുക്കാൻ അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ശ്രമിച്ചതാണോ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? 70-ലധികം പാർട്ടി പ്രവർത്തകർ ഓരോ മാസവും വരിസംഖ്യ പാർട്ടിക്ക് നൽകിയാണ് ചങ്കോട്ടിക്കുണ്ടിൽ സജീവമായി കടബാധ്യതകളില്ലാതെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. വ്യക്തിപരമായി എൻ്റെ ഒഴിവു സമയങ്ങൾ പോലും പൂർണ്ണമായും ഒരു ലാഭേച്ഛയും കൂടാതെ വരിസംഖ്യ പിരിക്കാൻ വേണ്ടി ചെലവഴിച്ചു. സാധാരണ പ്രവർത്തകർ പാർട്ടിക്ക് അങ്ങോട്ട് പണം നൽകി സംഘടനാ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനത്ത് തന്നെ അപൂർവമായ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകി എന്നതാണോ എൻ്റെ ഭാഗത്തുള്ള പിഴവായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്? ചങ്കോട്ടിക്കുണ്ടിലെ വിദ്യാർത്ഥികളും യുവാക്കളും ലഹരിയുടെ പിടിയിലേക്ക് പോവാതെ അവരോട് നിരന്തരം സംസാരിച്ച് പരമാവധി പേരെ ചേർത്ത് നിർത്തി MSF യൂത്ത് ലീഗ് കാലത്ത് ജാഗ്രതയോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണോ എൻ്റെ പേരിലുള്ള അപരാധമായിട്ട് ഇവർ കാണുന്നത്? 2017 മുതൽ പെരുന്നാൾ തുന്നൽ എന്ന പേരിൽ
പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാൾ വസ്ത്രം വാങ്ങുന്ന പദ്ധതി തുടങ്ങുകയുണ്ടായി. 1,00,000 രൂപയുടെ പദ്ധതിയാണ് ഓരോ വർഷവും നടന്നത്. ചങ്കുവെട്ടിക്കുണ്ടിലെയും സമീപത്ത് 5 വാർഡുകളിലുമായി 100 പേർക്ക് 1000 രൂപയുടെ വീതം പെരുന്നാൾ വസ്ത്രം എടുക്കാൻ നല്ല മനസ്സുള്ളവരുടെ പിന്തുണയിൽ സൗകര്യം ചെയ്തു കൊടുത്തു. മനുഷ്യപ്പറ്റുള്ള ഈ ഒരു പദ്ധതി യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തു എന്നുള്ളതാണോ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? അതുപോലെ EMIയുടെ കാലത്ത് യുവാക്കൾ ഉൾപ്പെടെ ആളുകൾ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടി സാമ്പത്തിക സാക്ഷരത എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തി. അതിലൂടെ ഒട്ടനവധി പേർ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിച്ചു. എനിക്കെതിരായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സാജിദ് മങ്ങാട്ടിൽ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഭാഗമായി നിക്ഷേപം തുടങ്ങി. പരിപാടി അറിഞ്ഞുകൊണ്ട് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഇംഗ്ലീഷ് പത്രം വളരെ പ്രാധാന്യത്തോടെ സ്വന്തം കേഡർമാരെ സാമ്പത്തിക സാക്ഷരരാക്കുന്ന ആദ്യ പദ്ധതി, മതരാഷ്ട്രീയ സംഘടനകളിലെ ആദ്യ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ വാർത്ത നൽകി. യുവാക്കളുടെ നല്ല ഭാവിക്കായുള്ള ഈ ഒരു ശ്രമമായിരുന്നോ ഞാൻ ചെയ്തിട്ടുള്ള അപരാധം? സമമണ്ഡലത്തിൽ അപേക്ഷിച്ച ഏക വാർഡ് ചങ്കോട്ടിക്കുണ്ടായിരുന്നു. അതിന് അപേക്ഷ നൽകി വാർഡിൽ സ്ഥാപിച്ചതാണോ എൻ്റെ ഭാഗത്തുള്ള പിഴവ്? കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം ചങ്കോട്ടിക്കുണ്ടിലെ പരമാവധി വോട്ടർമാരെ വോട്ട് ചേർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നതും എൻ്റെ പേരിലുള്ള കുറ്റപത്രമാണോ? കഴിഞ്ഞ ടൈമിലെ വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി ആയിരുന്ന കൃഷ്ണേട്ടൻ്റെ അനാരോഗ്യവും മറ്റും കാരണം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ചുമതല കൂടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആത്മാർത്ഥമായി ചെയ്തിരുന്നു എന്നതാണോ എൻ്റെ പേരിലുള്ള ഒരു പിഴവ്? പാർട്ടി ഓഫീസ് പുനർനിർമ്മാണത്തിൻ്റെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പാർട്ടി വരിസംഖ്യ ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിട്ടും അതിൻ്റെ എല്ലാം കണക്ക് സുതാര്യമായി അവതരിപ്പിച്ച് 1 രൂപ പോലും സാമ്പത്തിക ആരോപണമില്ലാതെ ഉത്തരവാദിത്വം നിർവഹിച്ചതാണോ എൻ്റെ പേരിലുള്ള തെറ്റ്? എൻ്റെ പ്രവർത്തന ശൈലി കാരണം ആരെങ്കിലും മനമെടുത്ത് പാർട്ടി പ്രവർത്തന രംഗത്ത് നിന്ന് മാറിയ പരാതി നേതൃത്വത്തിന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ആരും അത് പറഞ്ഞിട്ടില്ല. മറിച്ച് പാർട്ടി കുടുംബമോ അനുഭാവികളോ അല്ലാത്ത രക്ഷിതാക്കൾ പാർട്ടി വിരുദ്ധരായ കുടുംബത്തിലെ പോലും ഒട്ടനവധി വിദ്യാർത്ഥി യുവാക്കളെ പാർട്ടിയോട് ചേർത്ത് നിർത്താനല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്? അതാണോ എൻ്റെ പേരിലുള്ള തെറ്റ്? എന്നെ അപ്പൊക്കമതിയായ ആളായും അച്ചടക്കമില്ലാത്തവനായും മോശക്കാരനായും ചിത്രീകരിക്കാൻ സാജിദ് മങ്ങാട്ടിൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ച് ഹീനമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. വ്യക്തിവിരോധം അതിൻ്റെ സകല സീമകളും ലംഘിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഞാൻ CPMലേക്ക് പോകുന്നുവെന്ന CPMൻ്റെ പാർട്ടി ഓഫീസായ BTRലേക്ക് പോയെന്ന കുപ്രചരണം എനിക്കെതിരെ നടത്തി. 3 വർഷം മുമ്പ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയ സമയത്ത് തന്നെ കോൺഗ്രസ്, CPM ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കൾ എൻ്റെ നിലപാട് ആരായുകയും അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതാണ്. ഈ വിവരം വാർഡിലെ പാർട്ടിയുടെ പ്രസിഡന്റിനെ അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ്. പാർട്ടി മാറണമെങ്കിൽ അത് അന്നേ ആകാമായിരുന്നു. ക്ഷമയോടെ പാർട്ടിയോടൊപ്പം നിലകൊണ്ടു. എന്നിട്ടും എനിക്കെതിരെ മോശമായ പ്രചരണം നടത്തി. പാർട്ടിക്കകത്തെ ബോധ്യങ്ങളിലൂന്നിയ വിഷയാധിഷ്ഠിതമായ നിലപാടുകളെ വെച്ച് അച്ചടക്കമില്ലാത്തയാളായി എന്നെ ചിത്രീകരിച്ചു. MP അബ്ദുസ്സമദ് സമദാനിക്കെതിരെ അമാന്യമായി സംസാരിച്ച, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ മോശം വാക്കുപയോഗിച്ച് പ്രതികരിച്ച, ആരോടും പരുഷമായി സംസാരിക്കാത്ത, മുറിവേൽപ്പിക്കാത്ത കോട്ടക്കലിലെ മുതിർന്ന നേതാവ് പരവക്കൽ ഉസ്മാൻകുട്ടി സാഹിബിനെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന് വിളിച്ച ആളാണ് എനിക്കെതിരെ പറയുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിരോധാഭാസം. കോട്ടക്കലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ചാനലിലിരുന്ന് പാർട്ടി നേതാവിനെതിരെ മോശമായി വാക്കുകൾ ഉപയോഗിച്ച് അച്ചടക്ക ലംഘനം നടത്തിയത് ഈ വ്യക്തിയാണ്. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 6 കൗൺസിലർമാർ പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ടുകൾ ചെയ്തതിൻ്റെ പിറകിലെ കുബുദ്ധിയും ഈ വ്യക്തി തന്നെയായിരുന്നു. ഇതിലുൾപ്പെട്ട ഞങ്ങളുടെ കൗൺസിലർ മറിയാമു പുതുക്കിടി സാജിദ് മങ്ങാട്ടിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് കരഞ്ഞ് നേരിട്ട് പറഞ്ഞതുകൂടിയാണ്. ചെയർപേഴ്സണെ മാറ്റുന്നതിൻ്റെ മെറിറ്റ് മറ്റൊരു വിഷയമാണെങ്കിലും പാണക്കാട് റഷീദ് അലി തങ്ങൾ നേരിട്ട് പറഞ്ഞ പാർട്ടി വിപ്പ് നൽകിയ കാര്യത്തിലാണ് അതിനെതിരെ ഇയാൾ നീക്കം നടത്തിയത്. ഇതല്ലേ യഥാർത്ഥ പാർട്ടി വിരുദ്ധ പ്രവർത്തനം? മറ്റുള്ളവർക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ
തനിക്കെതിരെ ഒരുപാട് വിരലുകൾ ഉയരുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും ആലോചിക്കുന്നില്ല. ഇത്തരം വസ്തുതകൾ ഉണ്ടായിട്ടും നേതൃത്വത്തിന് ഇയാളെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. പറയേണ്ടവരോട് വിഷയങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അവരെല്ലാം നിസ്സഹായതയാണ് കാണിക്കുന്നത്. യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായ എനിക്ക് കൗൺസിൽ തെരഞ്ഞെടുപ്പ്, പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നിയമാവലിയിലെ വകുപ്പ് 24 പ്രകാരം ലഭിക്കേണ്ട സ്വാഭാവിക പരിരക്ഷ പോലും നിഷേധിക്കപ്പെടുന്ന അസാധാരണമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രം ഇരിക്കേണ്ട ചെങ്കോട്ടിക്കുണ്ടിലെ യൂത്ത് ലീഗ് കൺവെൻഷനിൽ മറ്റുള്ളവർ ഇരുന്ന് സാജിദ് മങ്ങാട്ടിലിൻ്റെ നേതൃത്വത്തിൽ അത് അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കാറ്റിൽ പറത്തുന്ന അവസ്ഥ കൂടെയാണ് അവിടെ സംജാതമായത്. ഈ ഒരു അവസ്ഥയിൽ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അസാധ്യമാണ്. ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ഇടം ലഭിക്കാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷം എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന സ്വത്വ രാഷ്ട്രീയവും ആശയപ്രതലവും പ്രസക്തമാണെന്നതിൽ ഇപ്പോഴും സംശയമില്ല. എങ്കിലും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വവും അഭിമാനവും അന്തസ്സും വളരെ പ്രധാനമാണ്. അതിനേക്കാൾ വലുതല്ല ഒന്നും എന്ന ബോധ്യമാണ് ഈ തീരുമാനമെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ 309641 എന്ന നമ്പറിലുള്ള മുസ്ലിം ലീഗ് അംഗത്വം ഞാൻ രാജിവെക്കുന്നു. ഇതോടൊപ്പം യൂത്ത് ലീഗിൻ്റെ അംഗത്വവും ഒഴിയുകയാണ്. 2 പതിറ്റാണ്ട് കാലത്തെ പാർട്ടി ബന്ധം ആശയപരമായ വിയോജിപ്പ് കാരണമല്ലാതെ സംഘടനക്കകത്തെ ഉൾപ്പോരിൻ്റെ പേരിൽ മുറിച്ച് മാറ്റേണ്ടി വരുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഈ ഘട്ടത്തെ അഭിമുഖീകരിച്ചേ പറ്റൂ. പരമാവധി ക്ഷമിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പരിധികളുമുണ്ട്. മറ്റൊരു പാർട്ടിയിലും ചേരാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല. കോട്ടക്കലിലെ പൊതു ഇടത്തിലും എൻ്റെ പ്രദേശമായ ചെങ്കോട്ടിക്കുണ്ടിൽ വിശേഷിച്ചും കഴിവിൻ്റെ പരമാവധി പ്രവർത്തനനിരതമാവാൻ ശ്രമിക്കും. അഹങ്കാരികളും ധിക്കാരികളുമായിട്ടുള്ളവരെ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പിന്തുണയിൽ തിരുത്തിക്കും. കാലം അത് തെളിയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സഹപ്രവർത്തകരോട് ആലോചിച്ച് ചെങ്കോട്ടിക്കുണ്ടിലെ ജനങ്ങളുടെ കൂടെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്.